गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराद्यां शिवलिंगार्य मध्यमाम् श्रीबोधानंद संसरन्तीम् अस्मदाचार्यपर्यन्ताम् शिष्यसङ्घान्वितां शुभां गुरुचैतन्यसमन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। ॐ हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणं विश्वोत्कीर्णमनेकदेहनिलयं स्वच्छन्दमानन्दगम् आद्यन्तैकमखण्डचिद्घनरसं पूर्णं ह्यनन्तं शुभं प्रत्यक्षाक्षरविग्रहं गुरुपदं ध्यायेत् विभुं शाश्वतम्। ओम श्रीनारायण परमगुरवे नमः। ओम श्री ശാരദാംബായേ നമഃ. സ്നേഹം നിറഞ്ഞ സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുപുഷ്പാഞ്ജലി ബ്രഹ്മദാസിലേക്ക് സ്വാഗതം. ദിവ്യശ്രീ ചൈതന്യ സ്വാമികളാൽ രചിക്കപ്പെട്ട ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിലായി ധ്യാന ശ്ലോകത്തെ ചിന്തിച്ചു. ധ്യാന ശ്ലോകത്തിന് ശേഷം ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലെ ആദ്യ മന്ത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഓരോ മന്ത്രങ്ങളുടെയും പദങ്ങളുടെ ഘടന എന്ന് പറയുന്നത് ഓം എന്നുള്ളത് എല്ലാത്തിലും ആവർത്തിക്കും. ഓം കൂടാതെ എല്ലാ മന്ത്രത്തിനും 2 പദങ്ങൾ മാത്രമാണ് ഉള്ളത്. നമ്മൾ പുസ്തകം നോക്കുമ്പോൾ പുസ്തകത്തിൽ ഒരുപാട് പദങ്ങൾ കാണും. മനുഷ്യ വിഗ്രഹായ നമഃ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ സംസാര കഴിഞ്ഞൊരു സ്പേസ് ഇട്ട് താപശമനായ നമഃ, ആജ്ഞാനുവർത്തിലോക്കായ, അങ്ങനെ സ്പേസ് കാണാം. എല്ലാ പദങ്ങളിലും സ്പേസ് കാണാം. അത് പ്രിന്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്തതാണ്. എല്ലാ മന്ത്രത്തിലും ഓം കൂടാതെ 2 പദങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ മന്ത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ പരമഗുരവേ എന്നുള്ളത് ഒറ്റ പദമാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ സ്പേസ് ഇല്ല. ഇങ്ങനെയുള്ള പദങ്ങളെ സംയുക്ത പദങ്ങൾ അഥവാ സമസ്ത പദങ്ങൾ എന്ന് പറയും. അതിൽ ഒരുപാട് പദങ്ങളുണ്ട്, പക്ഷെ അവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റ പദമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം നമഃ എന്നുള്ള ഒരു അവ്യയം കാണാൻ സാധിക്കും. അങ്ങനെ ശ്രീനാരായണ പരമഗുരു പിന്നെ നമഃ, അതേപോലെ സംസാര താപശമനായ പിന്നെ നമഃ, അതുപോലെ മനുഷ്യ വിഗ്രഹായ കഴിഞ്ഞ് നമഃ, സത്വഗുണോത്തമായ നമഃ. ഇങ്ങനെ 108 മന്ത്രങ്ങളിലും ഓം കൂടാതെ 2 പദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പദത്തില് നമ്മൾ സ്വാഭാവികമായിട്ടും മലയാള ശൈലിയിൽ പലപ്പോഴും കേൾക്കാറുണ്ട് ഗുരുവേ ഗുരുവേ എന്ന് വിളിക്കുന്നത്. ഗുരുവേ എന്നുള്ളത് ശരിയാണ്, അത് മലയാളത്തിൽ കറക്റ്റാണ്. മലയാളത്തിൽ നമ്മൾ ഗുരുവേ, എന്റെ ഗുരുവേ എന്നൊക്കെ പറയും. സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ഗുരവേ എന്ന് എഴുതണം. ഗുരു എന്ന് തന്നെയാണ് പദം, പക്ഷേ നമഃ എന്നുള്ളൊരു വാക്കോടെ വന്നതുകൊണ്ട് നമ്മയോട് ചേർത്ത് പറയുന്ന എല്ലാ നാമപദങ്ങളും 4ാമത്തെ വിഭക്തിയിൽ പറഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു വ്യാകരണ നിയമമാണ്. നമ ശിവായ, ശിവായ എന്ന് പറഞ്ഞാൽ ചതുർത്ഥി, അതായത് 4ാമത്തെ വിഭക്തിയാണ്. ശ്രീ മാത്രേ നമഃ, മാത എന്നുള്ളതിന്റെ 4ാമത്തെ വിഭക്തിയാണ് മാത്രേ. അതേപോലെ തന്നെ ഗുരു എന്നുള്ളതിന്റെ ചതുർത്ഥി വിഭക്തിയാണ് ഗുരവേ. അതുകൊണ്ട് നമ്മ വന്നതിനാൽ നമ്മൾ ഗുരവേ എന്ന് ചൊല്ലണം, ഗുരുവേ എന്ന് ചൊല്ലരുത്. മലയാളത്തിൽ ഗുരുവേ എന്ന് പറയാം, എന്റെ ഗുരുവേ എന്നെ കാത്തുകൊള്ളണേ, ഇത് മലയാളത്തിൽ ശരിയാണ്. സംസ്കൃതത്തിൽ എപ്പോഴും നമ്മയോട് ചേർന്ന് വരുന്ന പദങ്ങളെല്ലാം ചതുർത്ഥി വിഭക്തിയിൽ ഉച്ചരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ പരമഗുരവേ എന്നാണ് ഉച്ചാരണം. ഈ ശ്രീനാരായണ പരമഗുരു എന്നുള്ള വാക്ക് സമസ്ത പദമാണ് നേരത്തെ പറഞ്ഞത്.
ആ സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും രണ്ട് പ്രകാരത്തിലുള്ള അർത്ഥത കിട്ടും. ആദ്യത്തേത് ശ്രീനാരായണൻ എന്ന വാക്കിലെ ശ്രീ എന്നുള്ളത് നാരായണ ശബ്ദത്തിന്റെ വിശേഷണമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ചില ആൾക്കാർക്ക് വിശേഷണം കൊടുക്കുമല്ലോ. നല്ല ചുവന്ന പുഷ്പം എന്ന് പറയുമ്പോൾ പുഷ്പത്തിന്റെ വിശേഷണമാണ് ചുവപ്പ്. അതേപോലെ നാരായണ ശബ്ദത്തിന്റെ വിശേഷണമായിട്ട് ശ്രീയെ മനസ്സിലാക്കുകയാണെങ്കിൽ ശ്രീമാൻ അസൗ നാരായണ ഏവ പരമഗുരു എന്ന നിർവചനം കിട്ടും. എന്തിനു കിട്ടും? ശ്രീനാരായണ പരമഗുരു എന്ന വാക്കിൽ. ശ്രീമാൻ അസൗ നാരായണ ഏവ പരമഗുരു, ശ്രീമാനായിട്ടുള്ള നാരായണൻ തന്നെയാണ് പരമമായ ഗുരു എന്നർത്ഥം. ഇനി ശ്രീനാരായണ, അതിൽ ശ്രീ എന്നുള്ളത് വിശേഷണമായി മനസ്സിലാക്കാതെ ഒറ്റ പേരായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഗുരുവിന്റെ പേര് ശ്രീനാരായണൻ, അതൊരൊറ്റ പേരായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഏവ പരമഗുരു, ശ്രീനാരായണൻ തന്നെയാണ് പരമഗുരു എന്നർത്ഥം നമുക്ക് ലഭിക്കും. അപ്പൊ ഈ ഒന്നാമത്തെ മന്ത്രത്തിന്റെ ആകെയുള്ള അർത്ഥം എന്ന് പറയുന്നത് ശ്രീനാരായണ പരമഗുരുവിനായി കൊണ്ട് നമസ്കാരം എന്നാണ്. അതിൽ ശ്രീനാരായണ പരമഗുരു എന്നുള്ളതിന് ആ സമസ്ത പദത്തെ വിഗ്രഹവൽക്കരിച്ചു കഴിഞ്ഞാൽ, വിഗ്രഹവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനത്തെ എടുത്തു കഴിഞ്ഞാൽ ശ്രീമാൻ അസൗ നാരായണ ഏവ പരമഗുരു, ശ്രീമാനായിട്ടുള്ള നാരായണൻ തന്നെയാണ് പരമഗുരു എന്നൊരർത്ഥം കിട്ടും. ശ്രീനാരായണ ഏവ പരമഗുരു, ശ്രീനാരായണൻ തന്നെയാണ് പരമഗുരു എന്ന അർത്ഥവും കിട്ടും. അപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ശ്രീ എന്നുള്ള പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പഴയൊരു ആപ്തവാക്യമാണ്. ഞാൻ ഈ ആപ്തവാക്യം കഴിഞ്ഞ കൃതികളുടെ അധ്യയനത്തിൽ ചില സന്ദർഭങ്ങളിൽ പരാമർശിച്ചിരുന്നു. ദേവം ഗുരും ഗുരുസ്ഥാനം ശ്രീപൂർവം ഉദീരയത് എന്നൊരു ആപ്തവാക്യമുണ്ട്. അത് ശ്ലോകം വലുതാണ്, അതിന് ചെറിയൊരു ഭാഗമാണ് പറഞ്ഞത്. ദേവനെ, അതേപോലെ ഗുരുവിനെ, ഗുരുസ്ഥാനത്തെ, പിന്നെ ക്ഷേത്രങ്ങളെ, സിദ്ധപുരുഷന്മാരെ, അതേപോലെ തന്നെ ആധ്യാത്മിക സാധകരെ, മഹത് വ്യക്തിത്വങ്ങളെ, ഇവരെല്ലാം നമ്മൾ ശ്രീ ചേർത്ത് വിളിക്കണം എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്ന ഒരു പഴയ ചിരപുരാതനമായി ഇന്നും നിലനിന്ന് പോരുന്ന ഒരു സമ്പ്രദായമാണ്. ശ്രീ ചേർത്ത് വിളിക്കാൻ ഒരു ദേവനെ, നമ്മുടെ പ്രായോഗിക ഭാഷയിൽ അത് ലോപിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ശിവൻ എന്നേ പറയും. ഇപ്പൊ ശിവൻ എന്ന വാക്ക് സ്വയം തന്നെ മംഗളത്തെ ബോധിപ്പിക്കുന്നതാണ് ആ വാക്യം. എങ്കിലും ഈ ഒരു ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ശിവൻ എന്ന് വിളിച്ച തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രയോഗ ശൈലിയിൽ അങ്ങനെ ഇല്ലാന്നോ. പക്ഷെ അന്യത്ര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ ലക്ഷ്മി, ശ്രീ പാർവതി, ശ്രീ സുബ്രഹ്മണ്യൻ, അങ്ങനെ ദേവന്മാരെ എല്ലാം ശ്രീ ചേർത്ത് വിളിക്കണം. ഗുരുജനങ്ങളെ എല്ലാം ശ്രീ ചേർത്ത് വിളിക്കണം. ഗുരുസ്ഥാനം, ഗുരുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കർമ്മഭൂമിയായിരിക്കുന്ന ആ സ്ഥാനവിശേഷങ്ങളെ എല്ലാം ശ്രീ ചേർത്ത് വിളിക്കാം. വേണമെങ്കിൽ ശ്രീ ശിവഗിരി എന്ന് വിളിച്ചാൽ തെറ്റൊന്നുമില്ല. അത് ലോകവ്യവഹാരത്തിൽ പ്രയോഗത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു കൗതുകമായി തോന്നിയേക്കാം. പക്ഷെ സമ്പ്രദായം അനുസരിച്ച് ശ്രീ ശിവഗിരി എന്ന് വിളിക്കുന്നത് അത്യുത്തമമാണ്. ശ്രീ ചെമ്പഴന്തി ഗുരുസ്ഥാനം. അതേപോലെ ക്ഷേത്രങ്ങളെ നമുക്ക് ശ്രീ ചേർത്ത് വിളിക്കാം. ശ്രീ കോലത്തുകര, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതിൽ ഓൾറെഡി ഒരു ശ്രീയുണ്ട്. അങ്ങനെ സിദ്ധപുരുഷന്മാര്, വലിയ ആധ്യാത്മികമായി ഉന്നതിയിലെത്തിയ യോഗി വൈര്യന്മാരെ ശ്രീ ചേർത്ത് വിളിക്കും. അതുകൂടാതെ സാധകർ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായി ഉന്നത പദവിയിൽ, മീൻസ് ആധ്യാത്മിക ഔന്നത്യത്തിലേക്ക് എത്താൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഒരു സാധന വൃത്തിയിലേക്ക് നയിക്കുന്ന സജ്ജനങ്ങളായ സാധകന്മാരെ നമുക്ക് ശ്രീ ചേർത്ത് വിളിക്കും. അങ്ങനെ ശ്രീ ചേർത്ത് ഇത്തരത്തിൽ നിരവധിയായിരിക്കുന്ന സങ്കേതങ്ങളെ വിളിക്കാമെന്നുള്ളത് പൂർവ്വന്മാരായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായ രീതിയാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ശ്രീ എന്നുള്ള പദത്തിൽ വിസ്തരിച്ച അർത്ഥങ്ങളും ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ചില അർത്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രീ ധാരണാത്മകം എന്നൊരർത്ഥമുണ്ട്. ശ്രീ ധാരണാത്മകം എന്ന് പറഞ്ഞാൽ ഒന്നിനെ ധരിക്കാനുള്ള കഴിവിനെ ശ്രീ എന്ന് പറയും. ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നു. വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വസ്ത്രം നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു. അത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ആ വസ്ത്രത്തെ ധരിക്കാനുള്ള കഴിവില്ലെങ്കിലോ
എന്ത് സംഭവിക്കുന്നു? ആ വസ്ത്രം അഴിഞ്ഞു പോകും. സാരിയൊക്കെ നന്നായിട്ട് ധരിക്കാനുള്ള ഉടുക്കാനുള്ള കഴിവില്ലെങ്കിൽ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ സാരി കൊടുക്കാൻ ആഗ്രഹം കൊണ്ട് അവർ സാരി ഉടുത്തു ആദ്യമായിട്ട്. പക്ഷെ അവർക്ക് നന്നായിട്ട് അതിനെ ശരീരത്തോട് ചേർത്ത് നിൽക്കുന്ന രീതിയിൽ ഉടുക്കാൻ കഴിവില്ലെങ്കിൽ അത് ഒന്ന് രണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അത് അഴിഞ്ഞു വീണു പോകും. അതേപോലെ മുണ്ടെടുക്കാൻ ശീലമില്ലാത്ത ഒരാള്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മുണ്ടെടുക്കാൻ പോകുന്ന ഒരു വ്യക്തി ആദ്യം മുണ്ടെടുത്ത് കഴിഞ്ഞാൽ മുന്നോട്ട് നടക്കുമ്പോൾ അതിനെ ലൂസായി വരും. എന്തുകൊണ്ട്? അതിനെ യഥാവിധി ധരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒന്നിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഗുണത്തെ, ഒരു ജീവിത രീതിയെ നമുക്ക് നമ്മളിൽ ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മുടേതാക്കി തീർക്കാൻ പറ്റൂ. നമ്മൾ ജീവിതത്തിൽ ഒരു നിഷ്ഠയെ വെക്കാൻ ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, അതേപോലെ സന്ധ്യാനാമം ചൊല്ലണം. അപ്പൊ ആ നിഷ്ഠയെ നമുക്ക് ധരിക്കാൻ, നമ്മളിൽ ചേർത്ത് വെക്കാൻ കഴിവില്ലെങ്കിൽ 2 ദിവസം നമ്മൾ അതിനെ അതിനെ ചെയ്യും. പിന്നെ അത് നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകും. എപ്രകാരമാണോ വസ്ത്രം നന്നായിട്ട് ധരിച്ചില്ലെങ്കിൽ അഴിഞ്ഞു പോകുന്നത്, അതേപോലെ അഴിഞ്ഞു പോകും. ഒരു ആശയം, ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ നമുക്ക് നമ്മളിൽ ധരിക്കാനുള്ള, ചേർത്ത് വെക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ വിശ്വാസം ഒരു ഘട്ടം കഴിഞ്ഞാൽ അഴിഞ്ഞു പോകും. അങ്ങനെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. വ്യക്തിബന്ധങ്ങൾ എടുക്കും. ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ കണക്ഷൻ എപ്രകാരമാണ്, മീൻസ് ഒരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത് ബന്ധത്തെ നമ്മളിൽ ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നിലനിൽക്കും. അതേപോലെ ഭാര്യ ആണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, എന്താണെങ്കിൽ ആ ബന്ധത്തെ ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിലനിൽക്കും. അങ്ങനെ ധരിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ നമ്മൾ ശ്രീത്വം വേണം. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ധരിക്കാനുള്ള കഴിവാണ്. ശ്രീ ധാരണാത്മകം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത അർത്ഥമാണ് ശ്രീ കാന്തി. കാന്തി എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും പ്രകടമാകുന്ന തേജസ് എന്നാണ് അർത്ഥം. എല്ലാറ്റിലും തേജസ്സുണ്ട്. തേജസ്സില്ലാത്ത വസ്തുക്കൾ ഈ ലോകത്തില്ല. പക്ഷെ അവയുടെ തേജസ് മറഞ്ഞിരിക്കാം. ആ മറഞ്ഞിരിക്കുന്ന ഘടകത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളിൽ കുടികൊള്ളുന്ന തേജസ് പുറത്തേക്ക് പ്രകടമാകും. ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയും, ഏറ്റവും മോശക്കാരനായ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഉള്ളിൽ പോലും ഒരു തേജസ് ഉണ്ട്. ഇപ്പൊ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വ എന്നുള്ള വാക്കിൽ തന്നെ തേജസ് ഇൻക്ലൂഡാണ്. സ്വ എന്ന് പറഞ്ഞാൽ ആത്മഭാവം എന്നർത്ഥം. ആത്മ എന്ന് പറഞ്ഞാൽ തന്നെ ചൈതന്യമാണ്, തേജസ്സാണ്. അപ്പൊ നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ആ വ്യക്തി അങ്ങേയറ്റം മോശക്കാരനാണ്. ആ വ്യക്തിയുടെ പെരുമാറ്റ രീതികൾ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ചൂട് ഇങ്ങനെ മുള്ളുകുത്തുന്ന പോലെ അനുഭവപ്പെടുന്നു ആ വ്യക്തിയുടെ പെരുമാറ്റം. അത്രയും പെരുമാറ്റ ദൂഷ്യമുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും ആ പെരുമാറ്റത്തിന്റെ, ആ സ്വഭാവത്തിന്റെ ഉള്ളിൽ പോലും ഒരു തേജസ് അടങ്ങിയിട്ടുണ്ട്. ആ തേജസ്സിനെ മറച്ചിരിക്കുന്ന ദൂഷ്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ആ തേജസ് സ്വഭാവത്തിലൂടെ പ്രകടമാവുകയും പിന്നീട് ആ സ്വഭാവം അത്യധികം നമ്മെ ആകർഷിക്കുകയും ചെയ്യും. ഗുരുവിന്റെ ശിഷ്യോത്തമനായിരിക്കുന്ന വാൽമീകി, ആലുവയിലുള്ള വാൽമീകിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രാകൃതമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യൻ ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു ശ്രേഷ്ഠനായ തപസ്വിയായിട്ട് മാറുക. പ്രാകൃതനായ ജീവിതം നശിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവത്തെ ചെയ്യുന്ന ജീവിതം, പ്രാകൃതമായ ജീവിതം നയിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവത്തെ ചെയ്യുന്ന ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു തപസ്വിയായി തീരാൻ സാധിച്ചെങ്കിൽ എന്താണ്? ആ പ്രാകൃതമായ ജീവിതം നയിക്കുന്ന അവസരത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ് എന്ത് ചെയ്തു? ആ തേജസ്സിനെ മറച്ചിരിക്കുന്ന ആ കറകളെ മാറ്റിയപ്പോൾ തേജസ് പ്രകടമായി. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ തേജസ് ഉണ്ട്. ആ തേജസ് നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ പ്രകടമാകാൻ തുടങ്ങും. ആ തേജസ്സിനെ എന്ത് പറയാം? ആ തേജസ്സിനെയും ശ്രീ എന്ന് പറയാം. അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ കാന്തി അഥവാ തേജസ്. ഇനി ശ്രീ എന്നുള്ള പദത്തിന് സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട്. ശ്രീ സമ്പത്ത് എന്ന് പറയാം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ സമ്പത്ത്. നമ്മളിന്ന് ലോകത്ത് കാണുന്ന ഭൗതികമായ എല്ലാ സമ്പത്തിനെയും ശ്രീ എന്ന് പറയാം. നമ്മുടെ പഴയ വേദകാലത്തൊക്കെയുള്ള പഴയ പ്രാർത്ഥനകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുന്നത്.
ആ സമ്പത്ത് മുഴുവനും എന്നിലേക്ക് വരട്ടെ. ആയിരക്കണക്കിന് പശുക്കള് എന്നിലേക്ക് വരട്ടെ. ആയിരക്കണക്കിന് ഭൂമി എന്നിലേക്ക് വരട്ടെ. അത് വരട്ടെ, ഇത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്പത്തിനെ നമ്മളിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സൂക്തങ്ങളെ കാണാൻ സാധിക്കും. ശ്രീ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സമ്പത്ത് എന്നർത്ഥമുണ്ട്. ഇനി ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്നർത്ഥമുണ്ട്. ശ്രീ ലക്ഷ്മി. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭൗതികമായ സമ്പത്തിന്റെ അടിസ്ഥാന ദേവതയാണ്, അധിഷ്ഠാന ദേവതയാണ്. ഏതൊരു പ്രതിഭാസത്തിനും അധിഷ്ഠാനമായ ഒരു ദേവത ഉണ്ടാകും. നമ്മുടെ മുമ്പിൽ കാണുന്ന സമുദ്രം എന്ന് പറയുന്ന ആ പ്രതിഭാസം സമുദ്രത്തെ സമുദ്രമാക്കി നിലനിർത്തുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലെങ്കിൽ സമുദ്രം വിഘടിച്ചു പോകും. ആ നിയമത്തെ നമുക്ക് എന്ത് പറയാം? സമുദ്രത്തിന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയാം. അതുപോലെ ഒരു നദി, ആ നദിയെ നദിയാക്കി നിലനിർത്തുന്ന ഒരു നിയമമുണ്ട്, ഒരു പ്രാപഞ്ചിക നിയമമുണ്ട്. ആ നിയമം വിഘടിച്ചു കഴിഞ്ഞാൽ പിന്നെ നദിയില്ല. അപ്പോൾ എന്ത് പറയാം? ആ നിയമത്തിൽ നമുക്ക് നദിയുടെ അധിഷ്ഠാന ദേവത എന്ന് പറയാം. അതുപോലെ ഭൂമി, നമ്മുടെ മുമ്പിൽ കാണാവുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും അതിനെ അതാക്കി നിലനിർത്തുന്ന ഒരു നിയമമുണ്ട്. ആ നിയമങ്ങൾ എന്ന് പറയുന്നു അധിഷ്ഠാന ദേവത എന്ന് പറയും. അതേപോലെ തന്നെ സമ്പത്ത്, ഭൗതികമായ സമ്പത്തിനെ ഈ രൂപത്തിൽ നിലനിർത്തുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെ നമുക്ക് ഭൗതികമായ സമ്പത്തിന്റെ അധിഷ്ഠാന ദേവത അഥവാ ലക്ഷ്മി എന്ന് പറയും. ഈ ലക്ഷ്മിയെ എന്ന് പറയുന്നു, ഈ ലക്ഷ്മിയെയും ശ്രീ എന്ന് പറയുന്നു. ആ ലക്ഷ്മിത്വത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകും, ഉറപ്പാണ്. പല വ്യക്തികളെ നോക്കൂ, പല വ്യക്തികളും ജീവിതത്തിൽ അത്രമാത്രം സമ്പത്തിനെ ആർജിക്കാനുള്ള കർമ്മം ഒരു ജീവിത കാലയളവിൽ അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവരിൽ അങ്ങേയറ്റത്തെ ഐശ്വര്യവും സമ്പത്തും കാണും. ചില വ്യക്തികള് പകലന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ആ ഐശ്വര്യത്തിലേക്കും സമ്പത്തിലേക്കും ഉയരാൻ സാധിക്കും. ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആധ്യാത്മികമായി ചിന്തിക്കുകയാണെങ്കിൽ ആചാര്യന്മാർ പറയുന്നു, സമ്പത്തിന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ലക്ഷ്മിത്വം, ആ ലക്ഷ്മിത്വത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാളിലേക്ക് സമ്പത്ത് നിശ്ചയമായിട്ട് ഒഴുകും. അതിൽ യാതൊരു സംശയമില്ല. ഇനി ശ്രീ എന്ന് പറഞ്ഞാൽ വിദ്യ എന്നുള്ള അർത്ഥമുണ്ട്. ശ്രീ വിദ്യ. എന്താണ് വിദ്യ? വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനവും വലിയൊരു ഐശ്വര്യമാണ്. വാസ്തവത്തിൽ എല്ലാ സമ്പത്തിന്റെയും പുറകിൽ വ്യക്തമായ ജ്ഞാനമുണ്ട്, അറിവുണ്ട്. അറിവിൽ നിന്നാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. കാരണം അറിവില്ലാതെ, ജ്ഞാനമില്ലാതെ ഭൗതികമായ സമ്പത്ത് അത് രൂപീകൃതമാകില്ല. അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ വിദ്യ അഥവാ ജ്ഞാനം എന്നുള്ള അർത്ഥം. ഇനി ശ്രീക്ക് മറ്റൊരു അർത്ഥമാണ് യശസ്, യശ. ശ്രീ യശ. യശ എന്ന് പറഞ്ഞാൽ കീർത്തി. അപ്പൊ കീർത്തിയുടെ ഹേതു എന്താണ്? കീർത്തിയുടെ ഹേതുവാണ് യശോമേ ദിക്ഷു ദാനപ്രതാപ എന്നൊരു ശ്ലോകമുണ്ട്. അത് ഗുരു അഷ്ടകം എന്നുള്ള കൃതിയിലാണെന്ന് തോന്നുന്നത്. യശോമേ ദിക്ഷു ദാനപ്രതാപം എന്ന് പറഞ്ഞാൽ യശസ്സിന്റെ ഹേതു എന്ന് പറയുന്നത് ദിക്കുകളിൽ നാം ചെയ്യുന്ന ദാനമാണ്. നാം ദിക്കുകളിലേക്ക് എത്രത്തോളം, ദിക്കുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്ഥലത്തേക്ക് നമ്മൾ എത്രത്തോളം ദാനം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ അത്രത്തോളം നമ്മൾ യശസ്വിയായിട്ട് മാറും. എന്താണ് ദാനം? സമ്പത്തിനെ ദാനം ചെയ്യാം, അന്നത്തെ ദാനം ചെയ്യാം, അറിവിനെ ദാനം ചെയ്യാം. അറിവിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമ്പത്തിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ കഴിവിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ യശസ്വിയായിട്ട് മാറും. യശോമേ ദിക്ഷു ദാനപ്രതാപ എന്ന് പറഞ്ഞാൽ യശസ്സിനെയും ശ്രീ എന്ന് ആചാര്യന്മാർ പറയുന്നു. ശ്രീ യശ. ഇനി ശ്രീ ശാന്തി. ശാന്തിയെയും ശ്രീ എന്ന് പറയും. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന പരിസ്ഥിതി എന്തായാലും ആന്തരികമായ നില ഇളകാതിരിക്കുന്ന അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത്. അല്ലാതെ ശാന്തമായ ഒരു സ്ഥലത്ത് പോയപ്പോൾ മനസ്സിനൊരു സുഖം കിട്ടി, അതിനെ നമ്മൾ ശാന്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നല്ല ആരും ഇല്ല, ഒരു ശല്യപ്പെടുത്തലും ഇല്ല, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, മനസ്സിനൊരു കുളിർമ, അതൊരു മനസ്സിന്റെ വൃത്തിവിശേഷം മാത്രമാണ്. ആ സാഹചര്യം മനസ്സിൽ ഉണ്ടാക്കിയ ഒരു വൃത്തിവിശേഷം. നല്ലൊരു ഭജന കേട്ടു, മനസ്സിനൊരു ശാന്തി. ആ ഭജന കഴിഞ്ഞപ്പോഴോ വീണ്ടും അശാന്തി. അപ്പൊ പ്രാകൃതികമായ മീൻസ് നമ്മുടെ പുറത്ത് കാണുന്ന ബാഹ്യ പ്രകൃതി നമ്മളിൽ ഉണ്ടാക്കുന്ന ചില വൃത്തിവിശേഷങ്ങൾ നമ്മളിൽ സുഖത്തെ ജനിപ്പിക്കുന്നു. ആ സുഖത്തെ നമുക്ക് ശാന്തി എന്ന് പറയാൻ സാധിക്കില്ല. മറിച്ച് ശാന്തി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പരിസ്ഥിതി എന്തായാലും ആന്തരികമായ നില ഇളകാതിരിക്കുക,
മോദസ്ഥിതനായി അങ്ങ് വസിപ്പു മല പോലെ എന്ന് ആശാൻ പറഞ്ഞു. ബാഹ്യമായിട്ട് എത്ര വലിയ തർക്കങ്ങളും കുതർക്കങ്ങളും വലിയ കോലാഹലം ഉണ്ടായിക്കഴിഞ്ഞാലും ഗുരുവിന്റെ അന്ധകരണം എന്താണ്? ഒരു മല പോലെ ഉറച്ച സ്ഥിതിയാണ്. അതിൽ യാതൊരു ഇളക്കവുമില്ല. ഈ ഭാവത്തെയും എന്ത് പറയുന്നു? ശ്രീ എന്ന് പറയുന്നു. ശ്രീ എന്ന് പറഞ്ഞാൽ ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിരിക്കുന്ന പരിസ്ഥിതി ഏതായി കഴിഞ്ഞാലും ആന്തരികമായ നിലയിൽ യാതൊരു ഇളക്കവും വരാതിരിക്കുക എന്നതിനെയും ശ്രീ എന്ന് പറയുന്നു. അപ്പൊ ഇപ്രകാരം നമുക്ക് ശ്രീയുടെ അർത്ഥങ്ങൾ ലഭിച്ചു. ഇനി അടുത്ത പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നാരായണൻ എന്നാണ്. ഗുരുവിന്റെ നാമം നാരായണ നാമത്തിൽ വളരെ പ്രസിദ്ധമാണ്. ആ നാമം ഗുരുവിന് എങ്ങനെ ലഭിച്ചു എന്നതിനൊക്കെ നമ്മുടെ പൂർവാചാര്യന്മാര് ഒരു ചരിത്രപരമായിട്ട് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഗുരുവിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ആ പദത്തിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നാരായണ ശബ്ദത്തിന്റെ ഒരു അർത്ഥമാണ് നരഹ ജലരൂപം, അയനം തസ്യ ശയനം ഈ അപ്സു ശയതേ സ നാരായണ. ഇതൊരു പൗരാണികമായ അർത്ഥമാണ്. നര എന്ന് പറഞ്ഞാൽ ജലമാണ്, ജലരൂപം. അയനെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അർത്ഥത്തിൽ പറയുന്നത് ആ ജലത്തിൽ ശയിക്കുക. ഈ അപ്സു ശയതേ സ നാരായണ. ആരാണോ ജലത്തിൽ ശയിക്കുന്നത് അത് നാരായണൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്നവൻ ആരാണ്? മഹാവിഷ്ണുവാണ്. ഒരു പൗരാണികമായ അർത്ഥമാണ് നാരായണ ശബ്ദത്തിന്റെ ജലത്തിൽ ശയിക്കുന്നത്. ഇനി അടുത്തൊരു അർത്ഥമാണ് നരഹ ജന്തു, അയനം തേഷാം ആശ്രയ, യേശാം സർവേഷാം ജന്തൂനാം ആശ്രയോസ്തി സ നാരായണ. എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണ്. ജന്തു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പെടും, മനുഷ്യന്മാർ ഉൾപ്പെടുന്ന എല്ലാവരും ജന്തുക്കളാണ്, എല്ലാ പ്രാണിവർഗങ്ങളും. തേഷാം ആശ്രയ, അയനം നര എന്ന് പറഞ്ഞാൽ ജന്തു എന്നുള്ള അർത്ഥം എടുക്കാം. അയനെന്ന് പറഞ്ഞാൽ തേഷാം ആശ്രയ, ആ ജന്തുക്കളുടെ എല്ലാം ആശ്രയസ്ഥാനമായിട്ട്, സർവേഷാം ജന്തൂനാം ആശ്രയോസ്തി, എല്ലാ ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ആശ്രയസ്ഥാനമായിട്ട് ആര് വർത്തിക്കുന്നു? സ നാരായണ, അവൻ നാരായണൻ എന്നർത്ഥം കൊടുക്കുക. ഈ മൂന്നാമതായിട്ടൊരു അർത്ഥം നരഹ പുരുഷ, അയനം തസ്യ ഗമനം, സർവേഷാം പുരുഷാണാം ഗമനമാർഗം സ നാരായണ. നര എന്ന് പറഞ്ഞ പുരുഷൻ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥമല്ല, എല്ലാ മനുഷ്യരും. അയനെന്ന് പറഞ്ഞാൽ തസ്യ ഗമനമാർഗം, സഞ്ചരിക്കുന്ന വഴി. ആ സഞ്ചരിക്കുന്ന വഴി എന്ന് പറയാം, അയനെന്ന് പറയാം. സർവേഷാം പുരുഷാണാം ഗമനമാർഗം സ നാരായണ. എല്ലാവരുടെയും എന്താണ് ഗമനമാർഗം, എല്ലാവരുടെയും യാത്രാപന്ഥാവും എന്താണ്? അതിനെ നമുക്ക് നാരായണൻ എന്ന് പറയാം. ലക്ഷ്യം മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ഈശ്വരൻ തന്നെയാണ്. നമ്മൾ കരുതും ഒരു വഴിയിലൂടെ നമ്മൾ പോയിട്ട് ഈശ്വരനെ പ്രാപിക്കും. ആ വഴിയിലൂടെ മുന്നോട്ട് കുറെ നടക്കുമ്പോൾ മനസ്സിലാകും എന്താണ്? ഞാൻ നടക്കുന്ന വഴിയും എന്താണ്? ആ വഴിയും ഭഗവാൻ തന്നെയാണ്. നമുക്കൊരു ഘട്ടത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും, ഗുരുദേവൻ അത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് ആ ശ്ലോകം മറന്നുപോയി, ഓർമ്മയിലുണ്ട്, വരുന്നില്ല, പിന്നീട് പറയും. അപ്പോ എല്ലാ മനുഷ്യരുടെയും യാത്രാ പന്താവ്, യാത്രാ മാർഗം, തസ്യ ഗമനം സർവേഷാം പുരുഷാണാം ഗമനമാർഗം സ നാരായണ, അതും നാരായണന. ഇനി അടുത്തൊരു അർത്ഥം പറയുന്നു നരഹ ജീവ, അയനം തസ്യ ഗമനലക്ഷ്യം, യത് തസ്യ ഭവതി, യത് ഗമനലക്ഷ്യം തസ്യ ഭവതി തത് നാരായണ. നര എന്ന് പറഞ്ഞാൽ ജീവന്മാർ, അയനെന്ന് പറഞ്ഞാൽ ഗമനലക്ഷ്യം, യാത്രയിലൂടെ പ്രാപിക്കേണ്ടതായ ലക്ഷ്യം. നേരത്തെ യാത്രാമാർഗത്തെ പറഞ്ഞു, ഇപ്പോൾ യാത്രയിലൂടെ പ്രാപിക്കേണ്ടതായ ലക്ഷ്യം. യത് ഗമനലക്ഷ്യം തസ്യ ഭവതി തത് നാരായണ. ആർക്കാണോ ആ ഒരു ലക്ഷ്യം അന്ത്യവുമായിട്ട് ഭവിക്കുന്നത്, ആ ലക്ഷ്യത്തെ നമുക്ക് എന്ത് പറയാം? അത് നാരായണ, അതിനെ പറയാം നാരായണ എന്ന് പറയാം. ഇനി അടുത്തൊരു അർത്ഥമായിട്ട് പറയുന്നത് നരഹ മന, അയനം തസ്യ ആധാരം, മനസ്സഹ ആധാര ഏവ നാരായണ. നരെന്ന് പറഞ്ഞാൽ മനസ്സാണ്, മനസ്സ്. നമ്മൾ നിർവചനത്തില് നാരായണയിലെ നര അയനം എന്ന രണ്ട് വാക്കിനെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നര അയനം എന്ന രണ്ട് വാക്കിന് വിവിധങ്ങളായ അർത്ഥങ്ങളെ കൽപ്പിച്ചു. ഒരു അർത്ഥമാണ് നര എന്ന് പറഞ്ഞാൽ മന, അയനെന്ന് പറഞ്ഞാൽ തസ്യ ആധാരം, മനസ്സിന്റെ ആധാരം. മനസ്സഹ ആധാര ഏവ നാരായണ, മനസ്സിന്റെ ആധാരത്തെയും എന്ന് പറയാം നാരായണ എന്ന് പറയാം. മനസ്സിന്റെ ആധാരം എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ അന്ധക്കരണ വൃത്തിയാണ്. ആ മനസ്സിന്റെ ആധാരം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനൊരു നിലനിൽപ്പില്ല. മനസ്സിന്റെ ആധാരമായിരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ എന്ന് പറയാം നാരായണ എന്ന് പറയാം. ഇനി അടുത്തൊരു അർത്ഥമാണ് നര വേദ,
അയനം തസ്യ മൂലം യ വേദസ്വരൂപം സ നാരായണ. നര എന്ന് പറയുന്നത് വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷെ വേദങ്ങൾ എന്ന അർത്ഥമുണ്ട്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന 4 വേദങ്ങൾ. അയനെന്ന് പറഞ്ഞാൽ തസ്യ മൂലം, ആ വേദങ്ങളുടെ എല്ലാം മൂലമായിരിക്കുന്നത്, അതായത് വേദസ്വരൂപമായിരിക്കുന്നത് ആരോ, സ നാരായണ, അവൻ നാരായണൻ. ലസത് വേദകന്ധം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. വേദത്തിന്റെ ആ കിഴങ്ങ്, ആ മൂലമായിരിക്കുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലിപിയോട് എഴുതിയ ഒരു ഗ്രന്ഥവിശേഷത്തെ നമുക്ക് വേദമായിട്ട് കണക്കാക്കാം. നമ്മുടെ മുമ്പിലുണ്ട് ഋഗ്വേദം, യജുർവേദം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആ ലിപിയോട് എഴുതിയ ഗ്രന്ഥവിശേഷം ഇല്ലാതിരുന്ന കാലത്ത് വേദമുണ്ട്. വാക്കുകൾ കൊണ്ട് പറഞ്ഞ്, ലിപി ഉണ്ടാകുന്നതിന് മുമ്പും വേദം ഉണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഗുരു തന്റെ ശിഷ്യനെ ബോധിപ്പിക്കുന്നു. ശിഷ്യൻ അതിനെ കേൾക്കുന്നു, കേട്ട് സ്മരണയിൽ വെക്കുന്നു. ശിഷ്യൻ അതിനെ കേട്ട് സ്മരണയിൽ വെച്ച് തന്റെ ശിഷ്യനെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു കുറെ കാലം ലിപി ഇല്ലാത്ത കാലത്ത് വേദം ഇങ്ങനെ നിലനിന്നിരുന്നത്. ശിഷ്യൻ ആ അറിവിനെ കേൾക്കുന്നത് കൊണ്ട് അതിനെന്തു പറയുന്നു? ശ്രുതി എന്ന് പറയുന്നു. ശ്രോതമായത്. വേദത്തിന് ശ്രുതി എന്നുള്ള വാക്കുണ്ട്. അപ്പൊ ലിപിബദ്ധമായ അറിവും വേദമാണ്. ലിപിബദ്ധമല്ലാത്ത കാലത്ത് ശ്രുതിയിലൂടെ പ്രവഹിച്ചിരുന്ന ഒരു വേദപാരമ്പര്യം, അതും വേദമാണ്. ഇനി അതല്ലാത്ത കാലത്തും വേദമുണ്ടായിരുന്നു, അറിവായിട്ടുണ്ടായിരുന്നു. അതാണ് വേദസ്വരൂപം. ആ അറിവായിട്ട് വേദസ്വരൂപനായിട്ട് നിലനിൽക്കുന്നത് ആരോ, അതും നാരായണൻ എന്നുള്ള 6 അർത്ഥങ്ങൾ നമുക്ക് മുഖ്യമായിട്ടും നാരായണ ശബ്ദത്തെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശ്രീയുടെ അർത്ഥത്തെ ചിന്തിച്ചു, നാരായണ പദത്തെ ചിന്തിച്ചു. ഇനി ഈ ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനമായ പദമാണ് പരമഗുരു. വാസ്തവത്തിൽ 1ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, ബാക്കി 1ാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ബാക്കി എല്ലാ മന്ത്രങ്ങളുടെയും ഒരു മൂലമന്ത്രമാണ്. ഈ 1ാമത്തെ മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് വാസ്തവത്തിൽ നമ്മൾ ബാക്കി മറ്റെല്ലാ മന്ത്രങ്ങളിലും കാണാൻ കഴിയുന്നത്. 1ാമത്തെ മന്ത്രം ശ്രീനാരായണ സമൂഹത്തിന്റെ ഒരു മൂലമന്ത്രമായിട്ട് നമുക്ക് മാനിക്കാം. വളരെയധികം ശക്തിമത്തായ ഒരു മന്ത്രം കൂടിയാണ്. ആ മന്ത്രത്തെ ഏറ്റവും ശക്തിമത്താക്കുന്നത് പരമഗുരു എന്ന പദം കൂടിയാണെന്ന് സ്മരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് പരമഗുരു? പരമഗുരു എന്ന് പറഞ്ഞാൽ യസ്യ ലോകേ സർവേഷു വസ്തുഷു യത് പരമം ഭവതി തദേവ തസ്യ ഗുരു സ പരമഗുരു. ഇത് പരമഗുരുവിന്റെ ഒരു നിർവചനമാണ്. യസ്യ, ആർക്കാണോ, ലോകേ സർവേഷു വസ്തുഷു, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും വെച്ച് യത് പരമം ഭവതി, ഒന്ന് പരമമായിട്ട് അനുഭവപ്പെടുന്നുവോ, തദേവ തസ്യ ഗുരു, അതാണ് അവന്റെ ഗുരു, അത് തന്നെ പരമഗുരു. ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തി പരമഗുരു എന്നതിനെ എങ്ങനെ അർത്ഥമാക്കും? ഒരു വ്യക്തിയുടെ തലത്തിൽ നിന്ന് നമുക്ക് പരമഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലോകത്തില്, ആ വ്യക്തിയുടെ ജീവിതത്തില് സർവേഷു വസ്തുഷു, എല്ലാ വസ്തുക്കളും, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് വസ്തുക്കളുമായിട്ട് ആ വ്യക്തി ഇടപെടുന്നുണ്ട്. ജീവനുള്ളതും അല്ലാത്തതും വസ്തു എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടുന്നു. ഇവയിലെല്ലാം വെച്ചും ആ വ്യക്തിക്ക് ഏറ്റവും പരമമായിട്ടുള്ളത് എന്താണോ, അതാണ് പരമഗുരു. നമ്മൾ ഗുരുവിനെ പരമഗുരു എന്ന് വിളിക്കുന്നു. ഗുരുവിന്റെ മൂലമന്ത്രമായ ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് നമ്മൾ ചൊല്ലുന്നു. അങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ സർവേഷു വസ്തുഷു പരമം ഭവതി എന്ന അർത്ഥം നമ്മുടെ ഉള്ളിൽ ഉറക്കണം. കാരണം പരമഗുരു ആകുമ്പോൾ എൻ്റെ എല്ലാറ്റിലും വെച്ച് ഏറ്റവും ഉന്നതമായിട്ട്, ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ നേടിയോ, അല്ലെങ്കിൽ ആരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടോ, കണക്ഷൻ ഉണ്ടോ, എന്തിനൊക്കെ കാണുന്നുവോ, എന്തിനൊക്കെ കേൾക്കുന്നുവോ, ഇവയിലെല്ലാം വെച്ച് ഏറ്റവും പരവുമായത് എനിക്ക് എൻ്റെ ഗുരുവാണ്. ഇതാണ് പരമഗുരു എന്ന വാക്കിന് 1ാമത്തെ അർത്ഥം. നമ്മള് ഗുരുവിന്റെ മാർഗത്തിൽ ഇന്ന് സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ പഠിക്കും. ഒരുപാട് കൃതി പഠിക്കും. ആ കൃതിയിൽ നിന്ന് നമുക്ക് ഗുരുവിന്റെ സത്യദർശനത്തെ നമുക്ക് തെളിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുവിന്റെ മതപരമായ വിഷയത്തെ, ജാതിപരമായ വിഷയത്തെ, ഗുരുവിന്റെ ദൈവദർശനത്തെ, ഒരുപാട് കാര്യങ്ങളെ അറിയാൻ സാധിക്കും. ഇത് അറിയും തോറും നമ്മുടെ ഉള്ളില് ഇത് തന്നെയല്ലേ മറ്റേ ആചാര്യനും പറഞ്ഞിരിക്കുന്നത്, മറ്റേ ആചാര്യന്റെ കൃതിയിലും ഇതേ അദ്വൈതം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, അവിടെയുള്ള ആ സ്വാമിജിയുടെ കൃതിയിലും അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽ ആ സ്വാമിയുടെ കൃതിയിലും ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്,
എന്നുള്ള ഭാവം വരികയും പിന്നെ ഒരു സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്നു. സാമാന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികളാകട്ടെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന എല്ലാ സന്യാസിവര്യന്മാരാകട്ടെ, ഗുരു ആകട്ടെ, ഇവരെല്ലാം നല്ലൊരു ഗുരുക്കന്മാര്, ഞാൻ ആ ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുന്നൊരു ശിഷ്യൻ എന്ന ഭാവം വരും. ഈ ഭാവം വാസ്തവത്തിൽ പരമഗുരു എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാവമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചാണ്. വ്യക്തിയെ സംബന്ധിച്ചാൽ ആരാണ് ഗുരുവിനെ പരമഗുരുവായിട്ട് കാണുന്നത്, ആ വ്യക്തിക്കാണ് ഈ അർത്ഥമുള്ളത്. ഏതർത്ഥമുള്ളത്? യസ്യ ലോകിയ സർവേഷു വസ്തുഷു ഏത് പരമം ഭവതി, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത് എന്റെ ഗുരുവാണ് എന്നുള്ളൊരു നിശ്ചയം ഒരു വ്യക്തിക്ക് വന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ശ്രീനാരായണൻ ആരാണ്? പരമഗുരുവാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് ഗുരുക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ഗുരു എന്ന് പറയുന്നു. ഇപ്പോ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഈ അടുത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സന്യാസിയായ സുഹൃത്താണ്. നമ്മുടെ ശിവഗിരി മഠത്തിലെ സന്യാസിയല്ല, മറ്റൊരു ആശ്രമത്തിലെ സന്യാസിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയും, ഗുരുവിന്റെ സന്ദേശത്തെ നമ്മൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച്, AI ഉപയോഗിച്ച് ചെറിയ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരുപാട് പേരത് കാണുന്നുണ്ട്. 50,000 പേര്, 1,00,000 പേര്. അപ്പോൾ ചെറിയൊരു ആശയം മീൻസ് വലിയ പ്രഭാഷണങ്ങളിലൂടെ കിട്ടേണ്ടുന്ന അതിന്റെ സാരത്തെ 1/2 മിനിറ്റ് 1 മിനിറ്റുള്ള വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വ്യാപ്തി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയുകൊണ്ട് നമ്മൾ നിരന്തരം ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും അയക്കും. അത് അയച്ച സമയത്ത് ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം എന്ന് പറഞ്ഞ് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. 3 ചെറുപ്പക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നു. എന്താണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം? ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് അഹം കഹ ഇതം ജഗത് കുതഹ എന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവയുടെ ഉത്തരങ്ങളുടെ സമന്വയമാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ആ വീഡിയോ ഈ പറയുന്ന നമ്മുടെ സുഹൃത്തായ സന്യാസി വര്യനും കണ്ടു. അദ്ദേഹം കണ്ടുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്താണ്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. അതായത് ഈ പറഞ്ഞ ആശയം ഗുരുവിന്റെ ആശയമല്ല, മീൻസ് ഗുരുവിന്റെ സ്വതന്ത്രമായ ആശയമല്ല. ഇത് പണ്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഋഷിമാരൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം എന്ന് പറയരുത്, മറിച്ച് എന്ത് പറയണം? ഭാരതത്തിൽ ഋഷിമാരുടെ ദർശനം എന്ന് പറഞ്ഞു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ആ വ്യക്തിക്ക് ഭാരതത്തിലെ പല സമ്പ്രദായങ്ങളുമായും ആശ്രമങ്ങളുമായിട്ടൊക്കെ പരിചയമുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, അങ്ങേക്ക് വാർഖരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഒരു ആത്മീയ സമ്പ്രദായമാണ്, അതിനെക്കുറിച്ച് അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. ആ വാർഖരി സമ്പ്രദായത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാത്മാവായിരുന്നു സന്ത് തുക്കാറാം. അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. എവിടെയാണ്? മഹാരാഷ്ട്ര. നമ്മൾ എങ്ങനെയാണോ കേരളത്തിൽ ഗുരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, ഗുരുവിനെ അറിയാത്തതായിട്ട് കേരളത്തിൽ ആരുമില്ല. അതേപോലെ തന്നെ സന്ത് തുക്കാറാം എന്ന് പറയുന്ന മഹാത്മാവിനെ അറിയാത്തതായിട്ട് മഹാരാഷ്ട്രയിലും ആരുമില്ല. അപ്പൊ സന്ത് തുക്കാറാം എഴുതിയ അതിമനോഹരമായ കൃതികളുണ്ട്. ആ കൃതികൾ എന്തു പറയുന്നു? അഭംഗ് എന്ന് പറയും. അഭംഗ്. അത് നമ്മൾ കേൾക്കണം. ആ കൃതി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മീൻസ് അതിന്റെ സംഗീതാത്മകമായ ആലാപനം കേട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്തുന്ന അനുഭൂതി നമുക്കുണ്ടാവും. അത്രയും അനുഭൂതിദായകമായ ഒരു കൃതിയാണ് അഭംഗ്. ആ അഭംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ചു. അറിയാം. ആ അഭംഗില് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ അദ്വൈതമാണ്, ശുദ്ധമായ അദ്വൈതം. ആ അദ്വൈതത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഭക്തിപരമായ കീർത്തനങ്ങളായിട്ട് സന്ത് തുക്കാറാം മഹാത്മാവ് എഴുതി. എന്നാൽ ആ കീർത്തനങ്ങളെ ചൊല്ലുന്ന ഒരാള് തുക്കാറാം മഹാരാജിന്റെ കീർത്തനം എത്ര ശ്രേഷ്ഠം എന്നേ പറയും. അല്ലാതെ തുക്കാറാം മഹാരാജിൻ്റെതല്ല, അത് ഋഷിമാരുടെ ആശയമാണ് എന്ന് ആരെങ്കിലും പറയുമോ? അഭംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയങ്ങൾ സന്ത് തുക്കാറാമിൻ്റെതല്ല, അത് ഋഷിമാരുടെയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പൂന്താനത്തിന്റെ കൃതി നമുക്കറിയാം. പൂന്താനം മനോഹരമായി കൃതി എഴുതി. ആ കൃതിയിലെ ആശയങ്ങൾ എന്താണ്? ആ ആശയങ്ങളിൽ അദ്വൈത സത്യമുണ്ട്, ഇല്ലാന്ന് ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മൾ പറയണത് പൂന്താനത്തിന്റെ ആ ആശയം ഇത്ര ഗംഭീരമാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും പറയുമോ അത് പൂന്താനത്തിൻ്റെതല്ല, അത് ഇവിടെ പണ്ട് മുതലേ നിലനിൽക്കുന്ന ഋഷിമാർ നൽകിയ കാര്യമാണ്, പൂന്താനത്തിന്റെ കാര്യം എന്ന് ആരും പറയില്ല. എഴുത്തച്ഛന്റെ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വൈയാകരണൻ മീൻസ് വ്യാകരണ വിദഗ്ധൻ,
ഇപ്പൊ സംസ്കൃത വ്യാകരണത്തിൽ ഭാരതത്തിൽ തന്നെ ഏറ്റവും മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പാണിനി മഹർഷി. പാണിനി മഹർഷി എഴുതിയ സംസ്കൃത വ്യാകരണം അഷ്ടാധ്യായാണ് ഭാരതത്തിലെ എല്ലാ സംസ്കൃത ഗ്രന്ഥങ്ങളിലെ മൂലഗ്രന്ഥം. എന്നാൽ പാണിനിക്ക് ശേഷം ഭാരതത്തിൽ ഏറ്റവും ജനങ്ങൾ മാനിക്കുന്ന വലിയ സംസ്കൃത വിദ്വാൻമാരിൽ അഗ്രഗണ്യന്മാരിൽ ഒരാള് നമ്മുടെ കേരളീയനാണ്. അതാരാണ്? മേൽപ്പത്തൂർ. മേൽപ്പത്തൂരിന്റെ പ്രക്രിയ സർവസ്വം ഏറ്റവും പ്രൗഢമായ കൃതിയാണ്. അതേ മേൽപ്പത്തൂർ എഴുതിയ കൃതികള്, ആ കൃതികള് നമ്മൾ ചൊല്ലുന്ന വേളയില് ഇത് മേൽപ്പത്തൂരിന്റെ ആശയമല്ല, ഇത് അദ്വൈതമാണ്, അത് ഋഷിമാരതാണ് എന്ന് ആരും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജനസമൂഹത്തിൽ ഇത്തരം മേഖലകളിൽ ഇടപെടുമ്പോൾ കേൾക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഏതൊരു ആചാര്യന്റെ കൃതി എടുത്തു കഴിഞ്ഞാലും ആരും പറയില്ല അത് ഈ ആചാര്യന്റെ കൃതിയല്ല, അത് ഋഷിമാരുടെ കൃതിയാണ്. എന്നാൽ ഗുരുവിന്റെ കൃതിയിൽ ഒരു ആശയം നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉടനെ ഗുരുവിനെ ഏതെങ്കിലും ഒരു പക്ഷക്കാരനായി സ്ഥാപിക്കാൻ ശ്രമിക്കാൻ വെമ്പലാണ്. എന്തുകൊണ്ടത് ഗുരുവിൻ്റെതാണെന്ന് പറയുന്നില്ല? ഒരിക്കല് ശിവരി മഠത്തിന്റെ ഒരു ബ്രാഞ്ച് സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനം കേരളത്തില് തൃശ്ശൂർ ജില്ലയിലാണ്. ആ സർവ്വമത സമ്മേളനത്തില് ശിവരി മഠത്തിലെ മുതിർന്ന സന്യാസിവര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാം മതത്തെ പ്രതിനിധീകരിച്ച് 1-2 പേര് വന്നിരുന്നു. ബുദ്ധമതത്തെ ബുദ്ധമതക്കാരനല്ലെങ്കിലും ബുദ്ധമതത്തെ പ്രതിനിധീകരിച്ച് 1-2 പേര് വന്നിരുന്നു, നമ്മളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പറയാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും അവരുടെ പക്ഷത്താക്കി ഗുരുവിനെ മാറ്റുന്നു. ഇസ്ലാം മത പ്രഭാഷകൻ പറയുന്നു ഗുരുവിന്റെ ആശയങ്ങൾ അത് ഇസ്ലാമുമായി ചേർന്നാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ബുദ്ധമത പക്ഷക്കാരനായ ഒരു പ്രഭാഷകൻ അടിമുടി ഗുരു ബുദ്ധമത പക്ഷക്കാരനാണ്, ഗുരുവിന്റെ സിദ്ധാന്തം പരിപൂർണമായും ബൗദ്ധമാണെന്ന് സ്ഥാപിക്കാൻ മാത്രം ശ്രമിക്കാം. അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കാം. നമ്മുടെ അവസരം ഒന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഗുരുവിനെ ബുദ്ധമത പക്ഷക്കാരനാക്കാൻ ശ്രമിക്കുന്നു, ഗുരുവിനെ ക്രിസ്തുമത പക്ഷക്കാരനാക്കാൻ ശ്രമിക്കുന്നു, ഗുരുവിനെ ഏതെങ്കിലും ഒരു പക്ഷക്കാരനാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഗുരുവിനെ ഗുരുവിന്റെ പക്ഷത്തിൽ കാണുന്നില്ല? ഗുരുവിനൊരു പക്ഷമില്ലേ? ഗുരുവിന് ഗുരുവിൻ്റെതായ ഒരു മൗലിക ദർശനമില്ലേ? ഗുരുവിനൊരു കൃതി പഠിക്കുമ്പോൾ ആ ഗുരുവിന്റെ കൃതിയിലെ ആശയങ്ങൾ അത് ഗുരുവിൻ്റെതല്ല. അതിവിടെ ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ ഗുരുവും പറഞ്ഞു. അദ്വൈതത്തെ പണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ ഗുരുവും പറഞ്ഞു. അല്ലെങ്കിൽ വേറൊരു ഋഷി ആ കാര്യം പറഞ്ഞു, അതിനെ ഗുരുവും പറഞ്ഞു. ഇത് ഭാരതത്തിന് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. നിങ്ങൾ എന്തിനു ഇതിനെ ഗുരുവിൻ്റെതായിട്ട് കാണണം? ഞാൻ എന്തുകൊണ്ട് ഈ ആശയത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവിനെ നമ്മൾ സാമാന്യവൽക്കരിക്കും. ശരിയാണല്ലോ, എല്ലാവരും പറഞ്ഞ ഒരേ കാര്യം, അങ്ങനെ എല്ലാവരും പറഞ്ഞ ആ ഒരേ കാര്യത്തെ ഗുരുവും പറഞ്ഞു. അപ്പോ ആ വ്യക്തി പറഞ്ഞതും ശ്രേഷ്ഠമാണ്, ഈ വ്യക്തി പറഞ്ഞതും ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ പല പല ആചാര്യന്മാരുടെ പല പല സമ്പ്രദായത്തിലുള്ള ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാൻ പോകും. അവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും നമ്മൾ പോസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? നമുക്കൊരു സാമാന്യ ബുദ്ധിയാണ് ഗുരുവിനെ സംബന്ധിച്ചുള്ളത്. മറിച്ച് ഗുരു പരമമായ സർവേഷു വസ്തുക, വാക്കിന് അർത്ഥം നോക്കും. പരമഗുരു എന്ന് പറഞ്ഞാൽ യസ്സി, ആർക്കാണ്? ലോകേ സർവേഷു വസ്തുഷു യത് പരമം ഭവതി. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളിലും ഏറ്റവും പരമമായത് എന്റെ ഗുരുവാണെന്ന് ആർക്കാണ് ബോധ്യം വരുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ഗുരു പരമഗുരു. അല്ലെങ്കിൽ നമ്മൾ പരമഗുരു എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ശ്രീനാരായണ ഗുരു, ഗുരുവേ നമഃ എന്ന് മാത്രം വിളിച്ചാൽ മതി. നമുക്ക് ഗുരു എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ പരമഗുരു എന്ന് പറയുമ്പോൾ എന്താണ്? പരം എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലാത്തിലും വെച്ച് ഏറ്റവും ഉയർന്നതെന്നാണ്. അതുകൊണ്ട് ഗുരുവിന്റെ ഒരു ദർശനത്തെ മറ്റനേകം ആളുകൾ പറഞ്ഞ ദർശനത്തെ വെച്ച് തുലനപ്പെടുത്തി അവര് പറഞ്ഞ സത്യവും ഗുരു പറഞ്ഞ സത്യവും എല്ലാം ഒന്നാണ്, എല്ലാവരും പറഞ്ഞ സത്യം ഒന്നാണ് എന്ന് നമ്മൾ സാമാന്യവൽക്കരിക്കും. ഗുരുവിൻ്റെതായ ഒരു പക്ഷമുണ്ട്, ആ പക്ഷത്ത് നിന്നുകൊണ്ട് ഗുരുവിനെ കാണാൻ ശ്രമിക്കണം. മാത്രമല്ല ഏറ്റവും പരമമായത് ഗുരു തന്നെയാണെന്ന് ഉറച്ച ബോധ്യം വേണം. ആ ബോധ്യത്തിൽ നിന്ന് യാതൊരു കുറവുണ്ടാവില്ല. ഈ കാര്യത്തെ ബോധിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് അടുത്ത എല്ലാ മന്ത്രങ്ങളിലും വരുന്നത്. ആ മന്ത്രങ്ങളുടെ വ്യാഖ്യാനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പരമഗുരു എന്നുള്ളത് നമുക്ക് ഉറയ്ക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഗുരു പരമഗുരുവായിട്ട് തീർന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ അർത്ഥം ഗുരുവിന്റെ സ്വരൂപത്തെ കുറിച്ച്. ഇത് ഒരു വ്യക്തി ഗുരുവിനെ പരമഗുരുവായിട്ട് കാണുന്ന ഒന്നാമത്തെ അർത്ഥം. അത് വേണമെങ്കിൽ ആ അർത്ഥം എഴുതി വെക്കാം. രണ്ടാമത്തെ അർത്ഥം എന്നുള്ളത് സർവേഷാം മധ്യേ പരമഗുരു സ പരമഗുരു. സർവേഷാം മധ്യ, എല്ലാവരുടെയും ഇടയിൽ ആരാണോ പരമഗുരുവായി വിളങ്ങുന്നത് അത് പരമഗുരു. ഇത് ഗുരുവിന്റെ സ്വരൂപമാണ്. എല്ലാവരുടെയും ഇടയിൽ
ഗുരുജനങ്ങളായി അവതരിച്ച, പ്രവാചകന്മാരെ അവതരിച്ച, മഹാത്മാക്കളെ അവതരിച്ച, അങ്ങനെയുള്ള എല്ലാവരുടെയും ഇടയിൽ ആരാണോ പരമഗുരുവായിട്ട് വിളങ്ങുന്നത്, സ പരമഗുരു, അവൻ പരമഗുരു. അപ്പൊ നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ പ്രമാണം? നമുക്ക് ഈ കാര്യത്തിൽ പ്രമാണം ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ തന്നെയാണ്. ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരെല്ലാം തന്നെ ഒരേപോലെ ഗുരുവിന്റെ ഈ പരമമായിരിക്കുന്ന സ്വരൂപത്തെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഗുരുവിനെ പ്രമാണമാക്കേണ്ടത്, ഗുരുവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കേണ്ടത് ഗുരുവിന്റെ ശിഷ്യന്മാർ, മീൻസ് ഗുരുവുമായി നേരിട്ട് സഹവാസം ചെയ്ത ശിഷ്യന്മാർ, ശിവലിംഗദാസ സ്വാമികൾ, ബോധാനന്ദ സ്വാമികൾ, കുമാരനാശാൻ എന്നിവർ ഗുരുവിനെ എപ്രകാരം കണ്ടുപോ, അതാണ് നമുക്ക് പ്രമാണം. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ പുസ്തകമോ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ അവന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് നേട്ടത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളോ അല്ല നമ്മൾ ഗുരുവിന്റെ കാര്യത്തിൽ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് എത്രയോ കാലങ്ങൾ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ വേണ്ടവണ്ണം പ്രകടമാകാതിരുന്നത്. ആ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ അനുസന്ധാനം ചെയ്യാൻ, പരമഗുരു എന്ന തത്വത്തെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് ഗുരു പരമഗുരുവാണ് ഇവരാരും നമ്മെ പഠിപ്പിക്കില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രഭാഷണം കേട്ടോളൂ. ഗുരുവിനെ കുറിച്ച് മനോഹരമായ, അതിഗംഭീരമായ രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കുന്ന പ്രഭാഷകന്മാര്, വിവിധ മതനേതാക്കള്, അവരൊന്നും ഗുരുവിനെ പരമഗുരു, ശ്രീനാരായണ പരമഗുരുവേ എന്ന ശ്രീനാരായണ സമൂഹത്തിന്റെ മൂലമന്ത്രത്തെ അംഗീകരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഇല്ലല്ലോ. അവരെ സംബന്ധിച്ച് അവരുടെ ദൈവമാണ് ഏറ്റവും പരമം, അവരുടെ പ്രവാചകനാണ് ഏറ്റവും പരമം. അവരുടെ ദൈവത്തെയോ പ്രവാചകനോ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് ധാർമ്മികമായിട്ട് അധികാരമില്ല, അവരുടെ ഗ്രന്ഥമനുസരിച്ച്. അതേപോലെ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അവന്റെ രാഷ്ട്രീയ വിശ്വാസമാണ് പരമമായ പ്രധാനം. അപ്പൊ അങ്ങനെ മറ്റൊന്നിനെ പരമമായി കാണുന്ന ഒരാൾ വന്ന് നമ്മോട് ഗുരുവിന്റെ കാര്യം പറയുമ്പോൾ മര്യാദപൂർവ്വം നമുക്കത് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് ഉൾക്കൊള്ളേണ്ടതായ കാര്യങ്ങൾ ഉൾക്കൊള്ളാം, ശരി തന്നെയാണ്. പക്ഷെ അത് നമുക്ക് പ്രമാണമല്ല. നമുക്ക് പ്രമാണമാകേണ്ടത് ആരാണോ ഗുരുവിനെ പരമഗുരുവായിട്ട് കണ്ടത് അവരുടെ വചനങ്ങളാണ് പ്രമാണമാക്കേണ്ടത്. ശിവലിംഗദാസ് സ്വാമികൾ എന്ത് പറഞ്ഞു, ബോധാനന്ദ സ്വാമികൾ എന്ത് പറഞ്ഞു, കുമാരനാശൻ എന്ത് പറഞ്ഞു ഗുരുവിനെ കുറിച്ച്? അവരെല്ലാം ഗുരുവിന്റെ നേരിട്ടുള്ള അനുഭവത്തിന്റെ ആധാരത്തിൽ ഗുരുവിനെ പരമഗുരുവായിട്ട് കണ്ടു. അപ്പൊ അവരുടെ വചനങ്ങൾ, അവരുടെ ഗുരുവിനെ കുറിച്ചുള്ള വീക്ഷണം, ആ മഹാപുരുഷന്മാർ ഗുരുവിനെ എപ്രകാരം നിർവചിച്ചു, അത് നമുക്ക് പ്രമാണമാണ്. അല്ലാതെ ഒരു വ്യക്തി വേറെ ഏതോ ഒരു ഈശ്വര സങ്കല്പത്തെ പരമമായിട്ട് കാണുകയും നമ്മുടെ അടുത്ത് വന്ന് ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയും നമ്മൾ ചോദിക്കുന്നു, ശരി എങ്കിൽ അങ്ങ് നാളെ മുതൽ ഗുരുവിനെ ഈ ശ്രീനാരായണ പരമഗുരു എന്നുള്ള തത്വം അനുസരിച്ച്, കാരണം ശ്രീനാരായണ പരമഗുരു എന്നുള്ളത് ഗുരു സമൂഹത്തിന്റെ മൂലമന്ത്രമാണ്. ശ്രീനാരായണ ഗുരുവാണ് പരമഗുരു. അങ്ങ് മാനിക്കുമോ? ശ്രീനാരായണ ഗുരു പരമഗുരുവാണെന്ന് മാനിക്കുമോ ചോദിക്കുക. അത് മാനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് മാനിക്കാൻ കഴിയില്ല? കാരണം അവന്റെ വിശ്വാസ രീതി, ആശയങ്ങള് മറ്റൊന്നിലാണ് പരമഗുരു എന്നുള്ള ഭാവമുള്ളത്. പിന്നെ നമ്മൾ എന്തിന് ഗുരുവിന്റെ സ്വരൂപത്തെ, ഗുരുവിന്റെ കാര്യങ്ങളെ പഠിക്കാൻ അവനെ ഒരു 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 പ്രമാണമായിട്ട് സ്വീകരിക്കണം? അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത് ആരാണോ ഗുരുവിനെ പരമഗുരുവായിട്ട് അംഗീകരിക്കുന്നത് അവരുടെ വചനങ്ങളെ മാത്രമാണ്. അത് ഗുരുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ്. അതുകൊണ്ട് പറയുന്നു, യഹ സർവേഷാ മധ്യേ പരമഗുരു. ഇന്നോളം അവതരിച്ച പ്രവാചകന്മാര്, ഇന്നോളം അവതാരം ചെയ്ത അവതാരങ്ങൾ, ഇന്നോളം ഉണ്ടായിട്ടുള്ള ഗുരുജനങ്ങൾ, സർവേഷാ മധ്യ, ഇവരുടെ എല്ലാ മധ്യത്തിൽ, ഇവരുടെ എല്ലാം കൂട്ടത്തിൽ ആരാണോ പരമഗുരു അത് പരമഗുരു എന്നർത്ഥം. ഇനി അടുത്തത് പറയുന്നു, യഹ ജ്ഞാനസ്യ പരമം കാരണം സ പരമഗുരു. അറിവിന്റെ പരമമായ കാരണം ആരാണോ അത് പരമഗുരു. അറിവ് എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്ന എല്ലാറ്റിന്റെയും പരമമായ കാരണം ആരോ അത് പരമഗുരു. ഇനി അടുത്തത് പറയുന്നു, യഹ ശിഷ്യസ്യ അജ്ഞാനതിമിരം പൂർണ്ണതഃ നാശേതി സ പരമഗുരു. ശിഷ്യന്റെ അജ്ഞാനതിമിരത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കുന്നത് പരമഗുരു. ശിഷ്യന്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ അത് പരമഗുരുവിന് മാത്രമേ സാധിക്കൂ. ആചാര്യന്മാർക്ക് അറിവിനെ ഇങ്ങനെ ഒരു ഫിലോസഫി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ അജ്ഞാനം മാറുന്നില്ല. അത് പറഞ്ഞതിന് ശേഷം ആചാര്യന്റെ വഴിക്ക് പോകും, ശിഷ്യന്മാരുടെ വഴിക്ക് പോകും. അല്ല, 5 മുതൽ 6 മണി വരെ ആചാര്യൻ പറയും. 6 മണി കഴിഞ്ഞ ശിഷ്യന്മാരുടെ വഴിക്ക് പോകും, ആചാര്യന്റെ വഴിക്ക് പോകും. പക്ഷെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാന തിമിരത്തെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് ഒരു ഗുരുലാഭം എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഗുരുലാഭം എന്നുള്ളത് നോക്കൂ, ശ്രീനാരായണ സമൂഹത്തിന്റെ ഒരു മഹാഭാഗ്യം നോക്കൂ.
ജന്മം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു ഗുരു ലാഭം ഉണ്ടാവുകയാണ്. ഈ മഹാഭാഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കണം. ഒരു ഏറ്റവും വലിയ ജന്തുവിനാം ആ ശ്ലോകം വീണ്ടും പറഞ്ഞു, ഓർമ്മ കുറഞ്ഞു. അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മഹാഗുരുവിനെ പ്രാപിക്കുക, ഒരു മഹാഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, മഹാഗുരുവിന് അനുഗ്രഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പരമമായ ഭാഗ്യമാണെന്ന് വരും. ജന്മം കൊണ്ട് തന്നെ ജനിച്ച വീണ് അന്ന് തൊട്ട് തന്നെ ഗുരുവിനെ അറിയാനും ഗുരുവിന്റെ കാര്യങ്ങളെ ആ ഗുരുവിന്റെ സമ്പ്രദായത്തിലേക്ക് മാതാപിതാക്കൾ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ശ്രീനാരായണ സമൂഹത്തിൽ. ഈ സമൂഹത്തിൽ ജനിക്കുന്ന ഓരോരുത്തർക്കും ജന്മന എന്ത് ഗുരുലാഭമുണ്ട്. അപ്പൊ എത്രമാത്രം വലിയ ഔന്നത്യമാണ്, എത്രമാത്രം വലിയ മഹനീയമായ കാര്യമാണ്. ശിഷ്യന്റെ അന്ധകാരത്തെ പരിപൂർണമായും ഇല്ലാതാക്കാൻ കഴിവുള്ള ആൾ ആരാണ്? പരമഗുരു. അത് പരമഗുരുവാണ് എന്ന് പറയുന്നു. ഇനി പരമഗുരുവിന് മറ്റൊരു അർത്ഥം പറയുന്നു, യഹ ആത്മജ്ഞാനസ്യ പ്രഥമോ പ്രകാശക പരമഗുരു. നമ്മുടെ ജീവിതത്തില് ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ വെളിച്ചം, ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം വെളിച്ചമാണ്. പക്ഷെ ആ ജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ജനിച്ചത് അല്ലെങ്കിൽ ജ്വലിപ്പിച്ചത് ആരാണോ അത് പരമഗുരുവാണ്. നമ്മളെല്ലാവരും ഈ ഗുരുമാർഗത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ മാർഗത്തിലേക്ക് വരാൻ നമ്മളിൽ ആദ്യമായിട്ട് പ്രേരണ നൽകിയ ആ തത്വം എന്ന് പറയുന്നത് പരമഗുരു തന്നെയാണ്, ഒരു സംശയവും. യഹ സർവേഷാം ഗുരുണാം ആദിഗുരു പരമഗുരു എന്ന് പറയുന്നത് അടുത്തൊരു അർത്ഥമാണ് പരമഗുരുവിന്റെ. സർവേഷാം ഗുരുണാം ആദിഗുരു, എല്ലാ ഗുരുക്കന്മാരുടെയും ആദിഗുരു. ഈ ഗുരുപരമ്പരയുടെ മുഴുവൻ ആദി ഗുരുവായിട്ട് വിളങ്ങുന്ന സാക്ഷാൽ ഈശ്വരതത്വം എന്താണ്? അത് പരമഗുരു. അതുകൊണ്ട് നമ്മൾ സമ്പ്രദായ പരമ്പരാസ്തുതി പാടുമ്പോൾ എന്ന് പറയുന്നു, ശ്രീനാരായണ ഗുരുരാധ്യാം എന്ന് പറയുന്നു. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് സമാരംഭിച്ച് ശിവലിംഗദാസ സ്വാമിയിലൂടെ കടന്ന് ബോധാനന്ദ സ്വാമികളുടെ പ്രവഹിതമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ വലിയ ചേതന, ആ ചേതനാ നദിയുടെ ആരംഭം എവിടെയാണ്? ആ ആദിഗുരു എവിടെയാണ്? അത് പരമഗുരുവാണെന്ന് പറയും. സർവേഷാം ഗുരുണാം ആദിഗുരു പരമഗുരു. എല്ലാ ഗുരുപരമ്പരകളുടെയും ആദിഗുരുവായിട്ട് വിളങ്ങുന്ന ഈശ്വര തത്വമാണ് പരമഗുരു. ഇനി അടുത്തൊരർത്ഥമാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പരമഗുരു എന്നതിനർത്ഥമാണ്. അടുത്തൊരർത്ഥമാണ് യഹ പരം തത്വം സ്വയം ഗുരു ശബ്ദേന പ്രകടിതം പരമഗുരു. പരമഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പരമമായ തത്വം ഗുരു ശബ്ദത്തിലൂടെ സ്വയം പ്രകടിതമാകുകയാണ്, അത് പരമഗുരു എന്ന് മനസ്സിലാക്കുക. അടുത്തൊരർത്ഥമാണ് യസ്യ ഉപദേശാത് മോക്ഷമാർഗ സുലഭ ഭവതി പരമഗുരു. ആരുടെ ഉപദേശം കൊണ്ടാണോ മോക്ഷമാർഗം നമുക്ക് വളരെ എളുപ്പത്തിൽ തുറന്നു കിട്ടുന്നത്, ആ കവാടം തുറന്നു കിട്ടുന്നത്, അത് പരമഗുരു. എല്ലാവരുടെയും ഉപദേശം കൊണ്ട് മോക്ഷമാർഗം തുറന്നു കിട്ടില്ല. പക്ഷെ ആരാണോ നമ്മെ ഉപദേശിച്ചത്, ആ ഉപദേശം ശ്രവിച്ച മാത്രയിൽ തന്നെ നമ്മുടെ മുമ്പിൽ മോക്ഷ കവാടം അത് അനാവരണം ചെയ്യപ്പെട്ടു, അത് തുറന്നു തന്നു, അത് പരമഗുരു എന്ന് പറയാം. ഇനിയോ യഹ അനാദ്യ വിദ്യായ ചേതക ജ്ഞാനദീപ പരമഗുരു. ആരാണോ അനാദികാലം മുതൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന അവിദ്യ, അനാദ്യ വിദ്യ എന്ന് പറയും, ആ അവിദ്യയെ മുറിച്ചത്, ആ വിദ്യയെ ഇല്ലായ്മ ചെയ്തത്, ആ ജ്ഞാനദീപം ആരാണ്? അത് പരമഗുരുവാണ്. ഒരു ഇരുട്ട് മൂടിയ ഒരു ഗുഹയില് അനാദി അവിദ്യയാണ്. ആ ഇരുട്ട് അനാദികാലമായി എത്രയോ കാലമേ ആ ഗുഹയിൽ കിടക്കുകയാണ്. ഒരൊറ്റ പ്രകാശം കൊണ്ട് ആയിരക്കണക്കിന് വർഷത്തെ ഇരുളിനെ മാറ്റിക്കളഞ്ഞു, ഒറ്റ പ്രകാശം കൊണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ജന്മജന്മങ്ങളായുള്ള അവിദ്യാ സ്വരൂപത്തെ ഒറ്റ പ്രകാശം കൊണ്ട് മാറ്റിയ ആ ജ്ഞാനദീപം ആരോ? അത് പരമഗുരു എന്ന് പറയുന്നു. ഈ പത്താമത്തെ അടുത്ത അർത്ഥമാണ് യഹ നിത്യം പരബ്രഹ്മമേവ ഗുരുരൂപേണ സ്ഥിത പരമഗുരു. സാക്ഷാൽ പരബ്രഹ്മം ഗുരുരൂപത്തിൽ വർത്തിക്കുന്നു, ഗുരുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതാരാണ്? പരമഗുരു. അപ്പൊ നമുക്ക് ശ്രീനാരായണ പരമഗുരുവേ നമഃ നമ്മൾ മൂലമന്ത്രം ചൊല്ലുമ്പോൾ ഇത്രയും അർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഗുരുവിനെ പ്രതി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഭാവനകൾ നമ്മുടെ ഉള്ളിൽ പ്രോജ്വലിതമാകണം. പരമഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേഷു ലോകേഷു വസ്തുഷു, എല്ലാ വസ്തുക്കളിലും വെച്ച് എനിക്ക് ഏറ്റവും പരമമാകാൻ എൻ്റെ പരമഗുരു, എല്ലാ ഗുരുജനങ്ങളിലും വെച്ച് ഏറ്റവും പരമമായതാണ് എൻ്റെ പരമഗുരു, ജ്ഞാനത്തിന്റെ പരമമായ കാരണമാണ് എൻ്റെ പരമഗുരു, ശിഷ്യന്റെ അജ്ഞാന തിമിരം പൂർണ്ണതഃ നാശേരി, പരിപൂർണമായിട്ടും ഇല്ലാതാക്കുന്നവനാണ് എൻ്റെ പരമഗുരു. അതേപോലെ
ആത്മജ്ഞാനത്തിന്റെ പ്രഥമ പ്രകാശം, ആത്മജ്ഞാനത്തിന്റെ ആദ്യ വെളിച്ചം എന്നിൽ പകർന്നു നൽകിയതാണ് പരമഗുരു. സർവേഷാം ഗുരുണാം ആദിഗുരു, എല്ലാ ഗുരുജനങ്ങളുടെയും ആദിഗുരുവായി വർത്തിക്കുന്ന ആ മഹാതത്വമാണ് എന്റെ പരമഗുരു. സ്വയം ഗുരുശബ്ദേന പ്രകടിതമാകുന്നതാണ് എന്റെ പരമഗുരു. യസ്യ ഉപദേശാത് മോക്ഷമാർഗ സുലഭഭവതി, ആരുടെ ഉപദേശം കൊണ്ടാണ് മോക്ഷ കവാടം വളരെ എളുപ്പത്തിൽ തുറന്നു കിട്ടിയത്, അത് പരമഗുരു. അനാദി അവിദ്യയെ മുറിച്ച് ജ്ഞാനദീപത്തെ തെളിയിച്ചത് എന്റെ പരമഗുരു. നിത്യം പരബ്രഹ്മ സ്വരൂപനായിട്ട് വർത്തിക്കുന്നത് ആരോ, അത് എനിക്ക് പരമഗുരു. ഇതാണ് പരമഗുരു. ഇനി ഈ പരമഗുരുവിനോട് നമ്മുടെ ഭാവം എന്തായിരിക്കണം? പറയുന്നു നമഃ. ഇങ്ങനെയുള്ള ശ്രീയോടൊത്ത, ഈ രീതിയിലുള്ള നാരായണ നാമത്തോടൊത്ത, ഈ രീതിയിലുള്ള പരമഗുരുവായിരിക്കുന്ന ആ ഗുരുനാഥന് എന്തു ചെയ്യണം? ഞാൻ ആ ഗുരുനാഥനെ നമസ്കരിക്കണം, ആ ഗുരുവിനായി കൂടെ നമസ്കരിക്കണം. അപ്പൊ നമഃ എന്ന് പറഞ്ഞാൽ അഹംഭാവ നിവൃത്തി, വന്ദനം, അതേപോലെ സമർപ്പണം എന്നെല്ലാം അർത്ഥമുണ്ട്. പക്ഷെ നമ്മയുടെ ഒരു മനോഹരമായ നിർവചനം എന്ന് പറയുന്നത് ഈശ്വര ശക്തിയും പ്രതി ശരണാഗത ഭാവ പ്രദർശനം നമഃ. ഈശ്വര ശക്തിയോടുള്ള ശരണാഗത ഭാവ പ്രദർശനമാണ് നമഃ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഗുരുവിനോടുള്ള, ദൈവത്തോടുള്ള ഭക്തി വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ ശരണാഗത ഭാവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ശരണാഗത ഭാവം? വേറെ ആരുമില്ല ഗതി ഹേ രാജയോഗ ജനനി. ഇതാണ് ശരണാഗത ഭാവം. വേറെ ആരുമില്ല ഗതി, എനിക്ക് എന്റെ ജീവിതത്തെ രക്ഷിക്കാൻ ഗുരു മാത്രമേ ഉള്ളൂ. ഗുരുവിനല്ലാതെ എന്റെ ജീവിതത്തെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ സമ്പൂർണമായ ശരണാഗത ഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഗുരു നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും. ഈ ശരണാഗത ഭാവം വരിക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. ഈ ശരണാഗത ഭാവം പണ്ട് അർജുനനും, ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും ക്ലാസ്സുകളിൽ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്, പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. അപ്പൊ പണ്ട് അർജുനനും കൃഷ്ണനും വലിയ കൂട്ടുകാരായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അർജുനൻ കൃഷ്ണനോട് എന്തെങ്കിലും ചോദിക്കുകയോ ആത്മീയമായ കാര്യങ്ങൾ ചോദിക്കുകയോ കൃഷ്ണൻ ഗീത തുടങ്ങിയ ആധ്യാത്മിക രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം ഒരൊറ്റ വാക്ക് പറഞ്ഞു യുദ്ധഭൂമിയിൽ വെച്ച്. അയ്യോ, എനിക്ക് ഇനി വേറെ ഒന്നും മനസ്സിലാവും, എനിക്കിനി ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ, ഞാനിതാ പരിപൂർണമായിട്ട് അങ്ങയിൽ സറണ്ടർ ആയി, ഞാൻ അങ്ങനെ ശിഷ്യനാണ് എന്ന് പറഞ്ഞ ഉടനെ തിരിച്ചു കൊടുത്തു, അറിവ് കൊടുത്തു. അതിന് നമ്മുടെ ഉള്ളിൽ ആ ശരണാഗത ഭാവം ഉണ്ടാകുന്ന നിമിഷമാണ് നമ്മളിലേക്ക് അറിവ് വരുന്നത്. ശ്രിതാനാം ശുദ്ധി ഹേതവേ എന്ന് ശിവലിംഗദാസ് സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ശ്രിതാനാം, ആരാണോ ആശ്രയിക്കുന്നത് അവരുടെ ശുദ്ധിക്ക് ഹേതുവായിരിക്കുന്ന ഗുരു. ഗുരുദേവൻ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു. പക്ഷെ ആര് ശുദ്ധീകരിക്കുന്നു? ആശ്രയിക്കുന്നവരെ. ആശ്രയിക്കുക മീൻസ് നമ്മുടെ ഉള്ളിലുള്ള ശരണാഗത ഭാവത്തെ ഉണർത്തുക. എനിക്ക് ഗുരു അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് ഗുരുദേവന്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പൊ നമഃ എന്ന് പറഞ്ഞാൽ ഈശ്വര ശക്തിയും പ്രതി ശരണാഗത ഭാവം. ഏതെങ്കിലും വ്യക്തികളിലേക്കല്ല, മറിച്ച് ഈശ്വര ശക്തിയെ പ്രതി നമ്മുടെ മനസ്സിൽ ശരണാഗത ഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശരണാഗത ഭാവ പ്രദർശനം, അതിന്റെ പ്രകടിതമായ, അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ആ ഭാവത്തെ പ്രകടിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു? നമസ്കാരം എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ശ്രീനാരായണ പരമഗുരുവിനായിക്കൊണ്ട് എന്റെ നമസ്കാരം. അപ്പൊ ഈ ശ്രീനാരായണ പരമഗുരു എന്നതിലെ പരമഗുരു എന്നുള്ള തത്വത്തെ ഉറപ്പിക്കുവാൻ ബാക്കി 107 മഹാമന്ത്രങ്ങളെ നമുക്ക് അനുസന്ധാനം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. അത് അടുത്ത ക്ലാസ് മുതൽ യഥാശക്തി പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം തത്സത്ത്. ഗുരുവർപ്പണമസ്തു.